ഞാൻ ഇന്ന് സി എം മടവൂരിന്റെ ചരിത്രം വായിച്ചപ്പോ രാവിലെ സുബൈ കഴിഞ്ഞിട്ട് പൈല് കാണാൻ അദ്ദേഹത്തിന്റെ കാലിന്റെ വിരല് ചീഞ്ഞ് പഴുത്തു. ഡെയിലി 5 തവണയൊക്കെ കുളിക്കും അദ്ദേഹം. അതുകൊണ്ട് ഈ പഴുപ്പിൽ വെള്ളം വന്നിട്ട് അതങ്ങോട്ട് ചീഞ്ഞു. പല ആളുകളും പറഞ്ഞു നിങ്ങൾ ഷുഗർ രോഗിയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അപകടമാണ്, നമുക്ക് നല്ല ഡോക്ടറെ കാണിക്കാം. എന്നിട്ട് എന്താ പറയുന്നത്? മധുരം മാത്രം തിന്നു അദ്ദേഹം. എത്ര ആര് പറഞ്ഞാലും ഒരു ധിക്കാരം. എന്താ ധിക്കാരം? മധുരം തിന്നുക. എന്നിട്ട് ശരീരത്തിൽ പഴുപ്പ് കയറി, ചെവി പഴുത്തു, കാല് പഴുത്തു, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിന് സ്ഥിരം പരിചയമുള്ള ആള് കയറി വരുമ്പോ അയാൾ പറയണ ഞാൻ നിന്റെ ശബ്ദം കേട്ടപ്പെട്ടോ നീയാന്ന് മനസ്സിലായത്, കണ്ണ് തീരെ കാണില്ല. ആരെ പറയണ്? സി എം ഇടും. എന്നിട്ട് പറയാണ് എന്ത്? പകരാക്സനി. അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ കണ്ണും തുറന്ന് ലോകം മുഴുവനും കണ്ട് മൊത്തത്തിൽ നിയന്ത്രിച്ച് അദ്ദേഹത്തിന് ഒന്ന് അശ്രദ്ധമായാൽ ഫ്ലൈറ്റ് കൂട്ടിമുട്ടും എന്ന് ആരെ പറ്റിയ പറയണത്? ജീവിച്ച കാലത്ത് 1991 മരിക്കുമ്പോ കണ്ണ് കാണാതെ മരിച്ച, ഷുഗർ രോഗം കൊണ്ട് പൊറുതിമുട്ടിയ, ചെവി പഴുത്തുപോയ, കാല് ജീർണിച്ചു പോയ, സ്വന്തം ശരീരത്തിൽ ബാധിച്ച രോഗത്തെ നിയന്ത്രിക്കാനാകാത്ത ആ സാധാരണക്കാരിൽ സാധാരണക്കാരനായ, മാനസിക നിലവാരം തെറ്റിയ ആ പാപം പിടിച്ച മനുഷ്യനെ നിങ്ങൾ പടച്ചോനാക്കി. നിങ്ങൾ ചിന്തിക്കുന്നില്ല സഹോദര, നിങ്ങൾ ആലോചിക്കുന്നില്ല സഹോദര. ഞങ്ങൾ ഉറങ്ങാറില്ല നിങ്ങളെ കുറിച്ച് ഓർത്ത്. അറിയോ നിങ്ങൾക്ക്? ഞങ്ങൾ ഉറങ്ങാറില്ല നിങ്ങളെ കുറിച്ച് ഓർത്ത്. ഞങ്ങൾക്ക് വിഷമമാണ് നിങ്ങളെ കുറിച്ച് ഓർത്ത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ദൈവത്ത് പ്രവാചകന്മാർ ഇവിടെ നിർവഹിച്ചത്. അവർക്കത് പറഞ്ഞ പോരെ, അള്ളാനെ മാത്രം നിങ്ങൾ വിളിക്കണ്ട, അള്ളാഹ്ക്ക് കുറച്ച് തിരക്കുണ്ട്, ഞങ്ങൾ നിങ്ങളെ ഹൃദയത്തിനുള്ളിലുള്ളൊക്കെ അറിയണ ആര് ചോദിച്ചുകൂടിയെന്ന്.